അസ്സലാമു അലൈക്കും. ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് മലബാറുകാരിലേക്കാണ്. മലബാറുകാർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചേളാരിയിലെ IOC പ്ലാൻ അഥവാ LPG റീഫില്ലിംഗ് പ്ലാന്റ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ചുറ്റും അതിൻ്റെ ഉയരം 4 ആൾ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അവിടെയുള്ള ചുറ്റുപാടുള്ള വ്യക്തികൾക്കോ പുറമേയുള്ള ഒരു വ്യക്തികൾക്കോ അറിയില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനവുമില്ല. അതിൻ്റെ ഉള്ളിലെ തൊഴിലാളികൾക്ക് മാത്രം അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ ഒരു തൊഴിലാളി പുറത്ത് വിട്ട വിവരമാണ് ഞാൻ ഈ പറയുന്നത്. നിലവിലെ അതിൻ്റെ ഉള്ളിലെ ഒരു ടാങ്കിൻ്റെ സംഭരണശേഷി 800 മെട്രിക് ടണ്ണാണ്. അതിന് അന്ന് 1992 അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞത് അതിൻ്റെ ഗ്യാരണ്ടി 20 വർഷമാണ്. അതായത് 1992 പ്ലസ് 20 2012. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2015 അതുകൊണ്ട് തന്നെ 3 വർഷം അധികം കഴിഞ്ഞു. അതിനു പുറമെ ഇപ്പോൾ 600-ൻ്റെ 3 ടാങ്കും കൂടി അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. ഇത് പൊതു വിവരത്തിലേക്ക് അറിയിക്കുകയാണ്. ഇത് പുറത്തുള്ള ഒരു വ്യക്തിക്കും അറിയില്ല. ഇന്ത്യൻ ഓയിൽ കമ്പനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അതിൻ്റെ ഗ്യാരണ്ടി 20 വർഷം, അതായത് അത് കഴിഞ്ഞു. പുറമെ 3 ടാങ്കും കൂടി സ്ഥാപിക്കാൻ പോകുന്നു 600-ൻ്റെ. അപ്പോൾ മൊത്തം അതിൻ്റെ സംഭരണ ശേഷി 2600 മെട്രിക് ടൺ. അന്ന് പറഞ്ഞത് 800 മെട്രിക് ടൺ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പറഞ്ഞത് വല്ലതും സംഭവിച്ചാൽ, അതായത് ലീക്കാകുകയോ പൊട്ടിത്തെറിക്കുകയോ സംഭവിച്ചാൽ മലബാർ ഏരിയ തന്നെ മൊത്തം ഇല്ലാതാവും എന്നാണ്. അതായത് അങ്ങേ തലക്കിലെ കൊയിലാണ്ടി മുതൽ ഇങ്ങേ തലക്കിലെ തൃശ്ശൂർ കുന്നംകുളം വരെ ഇല്ലാതാകും. എന്നാൽ അതിന് പുറമെ 3 ടാങ്കും കൂടി സ്ഥാപിക്കാൻ പോകുന്നു. അപ്പോൾ 2600 മെട്രിക് ടൺ. വിശേഷം പറയാം, കേരളം തന്നെ ഇല്ലാതാവും. നമുക്കറിയാവുന്നതാണ് ചാല ദുരന്തം. വെറും 20 മെട്രിക് ടൺ അല്ല, 20 ടണ്ണിൻ്റെ ഒരു ചെറിയ ടാങ്ക് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ ചാല നഗരം വിശേഷം ഇല്ലാതായി, കത്തിച്ചാമ്പലായി. നാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തെ, ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഗവൺമെൻറ്റിനെ മുന്നിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും.